ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. ഇന്ന് നമുക്ക് ഉത്സവത്തിൽ നമ്മുടെ കാര്യക്കാരോടൊപ്പം നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഒരു ചീഫ് ഗസ്റ്റിനെയാണ്. മലയാളികളുടെ ഇടയിൽ ഒരുപക്ഷെ ഏറ്റവും ഗംഭീരമായിട്ട് തഗ് ലൈഫ് ജീവിതത്തിലും സ്ക്രീനിലും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ലെറ്റ്സ് വെൽക്കം along with Tini Tom and Kalaban Prajot, ബൈജു സന്തോഷ്. അല്ല നിങ്ങളുടെ കൂടെ ബൈജേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് ബൈജേട്ടൻ എവിടെ? ഒരുമിച്ച് വരാന്ന് പറഞ്ഞത്. അതെ അവിടെ ബൈജേട്ടോ ആ ബൈജേട്ടാ ബൈജേട്ടാ വെൽക്കം ഇവിടെ ചെക്ക് ഇവിടെ വെച്ചാ കിട്ടിയതിപ്പോ എന്നിട്ട് കയറി വരാൻ ബൈജേട്ടാ ആദ്യമേ പറയട്ടെ കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതം. ബൈജേട്ടാ വെൽക്കം. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ബൈജേട്ടൻ ഇവിടെ കൊണ്ടുവരുന്നുള്ളത്. ഇപ്പൊ 100ാമത്തെ എപ്പിസോഡ് കഴിയുമ്പോഴാണ് ബൈജേട്ടൻ ഇവിടെ കിട്ടിയത്. ബൈജേട്ടാ ഇന്ന് ബൈജേട്ടന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ രസകരമായിട്ടുള്ള ഒരുപാട് ഇവന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബൈജേട്ടന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാം. ബൈജേട്ടൻ കാണാറുണ്ടോ? ഷോ കാണാറുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടിരിക്കുക. വളരെ വളരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അതുകൊണ്ട് ഒരു ക്ലീഷ ഇല്ല ഇതിന്. പിന്നെ പ്രത്യേകിച്ചും ഇതിന്റെ അവതരണം നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ കണ്ടിരുന്നു. ജഡ്ജ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ജഡ്ജ്മെന്റ് അല്ല, ശരിക്കും മോട്ടിവേഷൻ ആണ്. ജഡ്ജ് ചെയ്യാൻ നമ്മൾ മോട്ടിവേഷൻ ആണെങ്കിൽ ഓക്കെ, ജഡ്ജ്മെന്റ് ആണെങ്കിൽ അതുപോലെ. അപ്പൊ ബൈജേട്ടന് നമ്മുടെ കോമഡി ഉത്സവത്തിൽ കിട്ടിയത് വലിയ ഭാഗ്യം. ബൈജേട്ടാ ഇവരോടൊപ്പം ഇരിപ്പിടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം കുസും ആൻഡ് പബത്ര. कुसुम और पबत्रा कहाँ से आप? हम लोग कोलकाता वेस्ट बंगाल से आए हैं। दोनों हाँ भाई बहन है? हाँ ओके അത് പറ. And how long have you been dancing for? 1 साल से. How old are you? 8 And you? 6 8 and 6. 8 വയസ്സോ 6 വയസ്സോ ഉള്ളതാണ് കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഒരുപാട് റിയാലിറ്റി ഷോകൾ, ഇന്ത്യസ് ഗോട്ട് ടാലന്റ് പോലുള്ള റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവർ നമുക്ക് വേണ്ടി ഇവിടെ ഡാൻസ് എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ഡാൻസ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. परफॉर्मेंस, ब्यूटीफुल परफॉर्मेंस. थैंक यू. आपका मास्टर कौन है? सैंडी सर. सैंडी सर को बुलाऊं? हाँ. लेट्स वेलकम सैंडी सर. Which are the reality shows that they've been to? वो जब आया था उसके अंदर ही एक मैंने पहचान था, मैंने देख लिया जो उसके अंदर इतना जरूर मैंने इतना गनूर है जो ये लोग कर सकता है. मैंने जो मैं दिखाया इन लोगों को तो वो कर लेता, ज्यादा टाइम भी नहीं लगता. बहुत अच्छा किया यार, बहुत अच्छा किया आपका. थैंक यू. थैंक यू.
Thank you. ഇവരെ കണ്ട ഉടൻ മനസ്സിലായി എന്നാണ് പറയുന്നത്. ഇവരുടെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ചെറിയ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്താൽ തന്നെ പെട്ടെന്ന് പിടിച്ചെടുത്ത് അതിനെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യുന്നു. और एक लेग में फ्लिप किया ना, बैक फ्लिप है ना, एक लेग में जो हमने किया. വൈജന എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുസുമും പബത്രയുടെയും പെർഫോമൻസ്? ഇല്ല ഞാൻ പോകുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഇല്ല ഞാൻ പോകുന്നു. അങ്ങനെ പറയില്ല. ഇതൊക്കെ എന്തുവാണിത്? ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. परफॉर्मेंस अच्छा था. अड़िपोളി. Thank you. आप लोग इधर आया था, हम लोग बहुत खुशी हो गए. Thank you. सर. परफॉर्मेंस कमाल कर दिया. Thank you. कैसा होता है? എഴുതി വെച്ച് വായിക്കാം. ഇതിനെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ പഠിത്തം. ശരിയല്ല ആൾക്കാരെ ഇങ്ങനെ അവമാനിക്കും. എനിക്ക് എന്റെ അഭിപ്രായം പറയണ്ടേ? അതെ അതെ അതെ. അത് പിള്ളേർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയണം. പക്ഷെ അത് വായിക്കാനെങ്കിലും എനിക്കറിയാം. ഇതിൽ എഴുതി തന്നിട്ട് അത് വായിക്കാനെങ്കിലും അറിയാലോ. कैसा होता है परफॉर्मेंस करने के लिए? अच्छा कम किसी से कुम नहीं. എന്നെ കണ്ടിട്ട് എത്ര നാളായി? അയ്യോ, അത് മടക്കി വെക്കല്ലേ? അതാ എനിക്കും പറയണ്ടേ? ഇതെന്താണ് പറയാൻ പോകുന്നത്? അത് എല്ലാത്തിനും ഒരു അർത്ഥമല്ലേ? പറഞ്ഞു. പെർഫോമൻസ് അച്ചാതാ. ആപ് ലോഗ് വേണ്ട നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ ഈ പിള്ളേരുടെ ഹിന്ദി പറഞ്ഞോളാം. ഹിന്ദിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. എന്നാലും സത്യം പറയട്ടെ, ഈ ഹിന്ദി മലയാളത്തിലാണ് എഴുതി വെച്ചേക്കുന്നത്. മലയാളം വായിക്കാൻ പോലും അറിയില്ല. മിഥുൻ ഈ ഗ്രാഫിക് ഒക്കെ ചെയ്യൂലേ, ആനിമേറ്റഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവര് एक साल से कैसे डांस करते हैं, वे दौड़ता भी नहीं है. 1 साल से हम जब इसको स्टार्ट किया, जो दोनों को मैंने देखा, तब देखा जो इन लोगों का डुएट जो जूटी है ना, वो बहुत अच्छा मैच कर रहा है. जब मैं एक चीज़ डाल रहा हूँ उसके अंदर, तो उस मैंने ज़्यादा टाइम नहीं लगा था, बहुत जल्दी पकड़ लेता है इसको. आप तो लेबर रूम से मांगते के समय में भी ये समरसॉल्ट किया था. കുടുംബത്തിലെ ആൾക്കാർ ഇവരെ ഏൽപ്പിച്ചൊക്കെയാണ്. ഇദ്ദേഹത്തിനടുത്തുള്ള കോൺഫിഡൻസ് ആണ് ഇവർക്ക്, ഇദ്ദേഹത്തിനുള്ള കോൺഫിഡൻസ് ആണ് ഇദ്ദേഹത്തിന്, അവരിലുള്ള കോൺഫിഡൻസും ആണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. അത് എത്ര നാളത്തെ പ്രാക്ടീസ് കൊണ്ടാണ്? 1 വർഷമായുള്ളൂ ഇവരിത് തുടങ്ങിയിട്ട്. 1 വർഷമായുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ ഇവര് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താണ് ഇതുവരെയും എത്തിയിരിക്കുന്നത്. ബൈജടാ ബൈജടാ അഭിപ്രായം പറഞ്ഞില്ല. അല്ല, അഭിപ്രായം ഇതാണ്. എന്തോ പറയാൻ അതിനെപ്പറ്റി? ഇതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. ഭയങ്കര അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അസാധ്യം. കൊടുക്ക് പ്രയോജനം കൊടുക്ക്. ബിൻഡാസ് പെർഫോമൻസ്. Thank you. അത് കലക്കിട്ടാ. അത് പൊളിച്ച് കേട്ടോ. ബിൻഡാസ്. അല്ല, ഞാൻ പറയുന്നത് ആദ്യം അവരുടെ കൈയ്യടി കൊടുക്കേണ്ടത് അവരുടെ കോൺഫിഡൻസിനാണ് കൈയ്യടി കൊടുക്കേണ്ടത്. ആ ജമ്പ് പരിപാടിയൊക്കെ അസാധ്യ പെർഫോമൻസ് ആയിട്ട് അവർ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഒത്തിരി നാൾ എക്സ്പീരിയൻസ് ചെയ്ത്, അതായത് ഇത് പെർഫോമൻസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെക്കാൾ ടോപ്പിലായിട്ട് രണ്ടുപേരും ചെയ്തു എന്നുള്ളതാണ് അല്ലേ. ഇനി ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ ഒരു റൂട്ടിലേക്ക് മാറും എന്നുള്ളതാണ് അല്ലേ. കാണുന്നവർക്ക് ഒരു ടെൻഷൻ, നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അവർക്ക് യാതൊരു ടെൻഷൻ ഇല്ലാതെ അവർ ചെയ്തു എന്നുള്ളതാണ്. ബിഗ് സല്യൂട്ട്. Thank you, sir. अब कोलकाता में सब लोग को बोलना कि अभी केरला में भी स्टार है. अभी केरल में आके भी स्टार बन गया आप लोग. ठीक है, ओके, थैंक यू sir. Thank you so much. Thank you. അങ്ങനെ നമ്മുടെ ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മിമിക്രി കോമ്പറ്റീഷൻ അല്ല, മിമിക്രി മഹായുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ കോമഡി ഉത്സവത്തിലെ ഇടയ്ക്ക് നമ്മുടെ സീനിയർ മിമിക്രി ആർട്ടിസ്റ്റുകൾ, അതായത് മലയാളികൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ഇടയിലുള്ള ഒരു കോമ്പറ്റീഷൻ. കാസിനോടെ ചെറിയ രൂപം കറക്കി കുത്തുണ്ടെന്നേ ഉള്ളൂ. അപ്പോ സ്വാഗതം ചെയ്യാം വളരെ സ്നേഹപൂർവ്വം. ലെറ്റ്സ് വെൽക്കം സുബേഷ് ചേട്ടൻ ആൻഡ് മനോജ് ചേട്ടൻ. ലെറ്റ്സ് വെൽക്കം them. ഹലോ ബെൽസ്. ഹലോ പാൾസി. കാരണം ബെൽസ് പാൽസി ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ആള് മനോഹരനാണല്ലോ. അംബാസഡർ. മലയാള സിനിമയിലെ നിർമ്മാതാക്കളോടും സംവിധായകരോടും എഴുത്തുകാരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു രോഗികളാണ്. ആ ഒരു പരിഗണന സിനിമയിൽ ഞങ്ങൾക്ക് തരണം. ബെൽസ് പാൾസി വന്ന 2 രോഗികൾ.
കാരണം മുഖം വച്ചല്ലേ അഭിനയിക്കട്ടെ. ബൈച്ചേട്ടാ എന്നെ ഫസ്റ്റ് വിളിച്ചിട്ടേ ഇത് ചെയ്ത് ബാക്കി എല്ലാവരും പറഞ്ഞു ഒന്നും പേടിക്കപ്പോ മനോഹരനെ വിളിച്ച മനോഹരൻ ഒന്നും പേടിക്കണ്ടായിരുന്നില്ല എന്തിനാ ഞാനിങ്ങനെ ഇതിലൂടെ പോയതാ ഇതാണ് ബൈച്ചേട്ടാ അങ്ങനല്ല എടാ നിനക്ക് ഇത് പ്രശ്നം തന്നെയല്ലേ നിനക്ക് ഇതൊക്കെ നോക്കണ്ടേ ഞാൻ പറഞ്ഞു നീ അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും പോയില്ല നീ ചത്തു ഇങ്ങനെയാണ് ഫസ്റ്റ് വിളിച്ചിട്ട് അല്ല, നീ ഇത് നോക്കിയില്ല പ്രശ്നമാണ് എനിക്കും അത് വന്നിട്ടും വന്നാൽ മതിയായിരുന്നു ഇല്ല വരുന്നുണ്ട് തുടങ്ങിയിട്ടില്ല നായകനിലോട്ട് വരുന്നേ ഉള്ളൂ ആ അസുഖത്തിന്റെ പേരെന്താണ്? ബെൽസ് പാൽസി അപ്പൊ എന്തായാലും ബെൽസ് പാൽസി നമ്പർ 1 കിട്ടിയല്ലോ ഇവിടെ സമാധാനമായി. ഇതൊക്കെ മാറി എന്ന് വെച്ചാൽ ഇതാണ് ബെൽസ് പാൾസി ആണെന്ന് അറിഞ്ഞു. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് എന്റെ മുഖം അപ്പോഴും ഇങ്ങനെ ഈ നമ്മൾ ഇരിക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ചായ കുടിക്കുമ്പോഴും ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കണം. അപ്പൊ എന്റെ വൈഫ് ബീന ഇങ്ങനെ എന്റെ മുഖത്തേക്ക് എന്നെ ഏത് നേരം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ അല്ല ഞാൻ ചോദിച്ചു എന്താ ഇത്, ഞാൻ വളരെ കൂളായിട്ട് ടി വി ഒക്കെ കണ്ടിരിക്കണു, തമാശയൊക്കെ ആസ്വദിച്ച്. ഇവള് മാത്രം വേദനയോടെ എൻ്റെ മുഖത്ത് അല്ല മനു ഇത് മാറുമല്ലേ കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞു എന്തി അല്ല ഈ മുഖം നമ്മൾ ഇതും വെച്ചല്ലേ അഭിനയിക്കണത്, മനുവിനൊക്കെ ഇനി അഭിനയിക്കാൻ പറ്റൂ ഇതിങ്ങനെയൊക്കെയാണെങ്കിലും. ഞാൻ പറഞ്ഞു നീ ഇത് എവിടേക്കാ പോണേ, ചിലപ്പോൾ പറയാൻ പറ്റില്ലടി. നമ്മള് ഈ മര്യാദയ്ക്ക് മുഖം ഉണ്ടായിരുന്നപ്പോൾ മര്യാദയ്ക്ക് ആരും വിളിക്കുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ തെളിയിക്കാൻ പോണത്. നീ വല്ലതും പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കില്ല, ഞാനിവിടെ കൂളായിട്ടിരിക്കണു. ആരൊക്കെ ലിസ്റ്റിലുള്ള അതോ ആദ്യം പറയും. അല്ല പെട്ടെന്ന് പറയാൻ ലിസ്റ്റുള്ള ആരൊക്കെയാന്ന് വെച്ചാൽ വേറെ അവരുടെ പേര് വേറെ മനോജെ നിങ്ങളെ കൂടെ വന്ന ഒരാളുണ്ട് കേട്ടോ. പുള്ളി ഇപ്പൊ പുള്ളി ഇത് പുള്ളിയുടെ കാര്യം വരല്ലേ ഉള്ളൂ, നമ്മൾ പുള്ളിയിലോട്ട് വരും. ഇവനൊക്കെ ഇളം തലമുറ, നമ്മളൊക്കെ പോയില്ല, നമ്മളൊക്കെ ഔട്ടായി പോയില്ല. കൂടെ ഇറങ്ങി ടിനിയോട് ഇപ്പോഴും ചോദിച്ചാലും ടിനി ഏയ് നമ്മൾ ഈ മഹേഷ് കുഞ്ഞുമോ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ആരെങ്കിലും അനുകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം നമുക്കിപ്പോൾ ഒരു നമ്മളോട് തന്നെ പുച്ഛം തോന്നാണ്. കാരണം നമ്മളൊക്കെ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പോലും പറ്റണില്ല, അത്രയും വലിയൊരു പ്രതിഭ. പക്ഷെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ വേഗം സുഖമായിട്ട് വരട്ടെ അല്ലേ. എത്ര വർഷമായി ഇൻഡസ്ട്രി വന്നിട്ട്? ഞാൻ 10-28 വർഷമായി. മമ്മൂക്ക ആണോ ഫസ്റ്റ് ചെയ്തു വന്നത്? മമ്മൂക്ക, നസീർ സാറ്, പിന്നെ ജയൻ സാറ് ആണ്. അപ്പൊ ഇത് രണ്ടും ആണ് ഇന്നത്തെ ലിസ്റ്റ്. അത് മതിയല്ലേ? മമ്മൂക്കയും ജയൻ സാർ അത് മതി ലിസ്റ്റ്. അതിലെന്നെ നിൽക്കട്ടെ. ഇനിയിപ്പോ ഞാൻ നേരെ നമ്മുടെ നായകനിലോട്ട് വരട്ടെ. നായകനെ അല്ലേ നമുക്ക് കാണേണ്ടത്. ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എപ്പോഴും മിമിക്രിയിൽ വന്നിട്ടുള്ള ഒരാൾ എപ്പോഴും സിനിമ എന്ന് പറയുന്നതായിരിക്കുമല്ലോ നമ്മുടെയൊക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതില് ഹീറോ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സുമേഷ് ചേട്ടൻ ആദ്യം ഒരു വലിയ കൈയ്യടി കൊടുത്ത് സ്വാഗതം ചെയ്ത്. ദൃശ്യം തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു വളർച്ച നോക്കി കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയൊക്കെയുണ്ട് സിനിമകൾ? ഇനിയിപ്പം 2 സിനിമ തുടങ്ങാതിരിക്കണം. ഒരെണ്ണം നായകനായിട്ട് തന്നെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, ഓക്കെ. അങ്ങനെ ഇരിക്കുന്നു. ഇന്ന് മിമിക്രിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ശരത് സാറ് മ്യൂസിക്, ഓക്കെ. പിന്നെ ജാഫർക്ക. ഓ ആടി പൊളി, പൊടി പാർന്ന് ആടി തുടങ്ങാൻ വേണ്ടിട്ട് ഫസ്റ്റ് സ്പിൻ അടിച്ച സുമേഷേട്ടാ. ഇന്നിത്തിരി ഓയിൽ കൊടുക്കാൻ പാടായിരുന്നു. വേണ്ട, ഓയിൽ ഇല്ലാതെ തന്നെ ഡയമണ്ടിലോട്ട് എത്തുമോ എന്നൊരു ഇല്ല. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. മയിലിന്റെ സൗണ്ട് ഒക്കെ നിങ്ങൾ കുട്ടിക്കാലം തൊട്ട് എടുത്തു തുടങ്ങിയല്ലേ? കറക്റ്റാ. അതല്ല കറക്റ്റ് ആയിട്ട് വന്നു. അത് ഓൾമോസ്റ്റ് എത്തിയോ? മയില് ഊമയാണെന്ന് തോന്നുന്നു, ഒന്നും വരണില്ല. ഓൾമോസ്റ്റ് എത്തിയോ? ആദ്യം പൂച്ച കരഞ്ഞതും ബാബുട്ടായിരുന്നോ? അതെ, ആട് കരഞ്ഞതും പട്ടി കുരച്ചതും ഒക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് 20 മൃഗങ്ങളുടെയും 19 പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. ആള് ഭയങ്കര മിമിക്രിക്കാരനാണല്ലോ. നല്ല മിമിക്രിക്കാരനാണ്. കാക്കയും പൂച്ചയൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. എല്ലാം വരും കേട്ടോ. എൻ്റെ അമ്മോ. 16-ന്റെ ലെറ്റ്സ് ഓപ്പൺ നമ്പർ 15. തിരിച്ചു വന്നു പോലും വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആദരണീയനായൊരു വ്യക്തിയാണ്. നമ്മളെ കേട്ടിട്ടുണ്ട്, നമുക്കിത് കാണണം, അത്രേ ഉള്ളൂ. മാന്യ പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സിലെ 1 കോടിയുടെ ഒപ്പം വന്നിരിക്കുന്നത് മലയാള സീരിയലിലെ പ്രഗത്ഭനായ നടനാണ് മനോജ് കുമാർ. മനോജിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മനോജിന്റെ രഹസ്യങ്ങൾ ഈ കാണുന്ന മനോജ് അല്ല. മനോജ് ഡബിംഗ് ആർട്ടിസ്റ്റാണ്, ഗായകനാണ്, നടനാണ്, എല്ലാമാണ്. പക്ഷേ മനോജിന്റെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഇവിടെ ടിനിക്കും പ്രചോദനം അറിയാം. നമുക്കൊന്ന് അന്വേഷിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി. ടിനി, എന്താണ് മനോജിനെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. പറയാൻ സമ്മതിക്കണല്ലോ. അതാണ്. അപ്പൊ ടിനി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഇനി പ്രചോദനം എന്തോ പറയാണ്ടെന്നു അയ്യാർക്ക് പറയൂ. മനോജിനെ കുറിച്ച് പറയാ. ഇതാണ് ഇപ്പൊ പ്രചോദനം പറയാനുള്ളത്. ഇതുപോലത്തെ ഞെട്ടിക്കുന്ന രഹസ്യം ഇവരെല്ലാവരും ഞെട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എല്ലാവർക്കും നന്ദി. നാളെ നമുക്ക് 24/7 ഗുഡ് മോർണിംഗ് വിത്ത് ഇസ്കയിൽ കാണാം. സൂപ്പർ.
ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. എനിക്ക് കണ്ട മയിലും കുയിലും തന്നിട്ട് ഭാഗ്യം പോലെ ഇരിക്കും. മനസ്സിലായല്ലോ? ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു എക്സ്ട്രാ സ്പിൻ ഉണ്ട്, വേണമെങ്കിൽ പറയാം. ആ സ്പിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നത് കറക്റ്റായിട്ട് ചെയ്തില്ലേ ഈ പോയിന്റും കൂടി പോകും. എന്നാ വേണ്ട വേണ്ട, ഒരു പോയിന്റിൽ നിൽക്കാം. അപ്പൊ സുമേഷ് ചേട്ടാ ഒന്നും കൂടി ധൈര്യമായിട്ട്. അല്ല ഷാറുഖ് ഖാനോ അംജിത് ഖാനോ വന്നാൽ ചെയ്യൂല്ലേ? ചെയ്യാറുണ്ട്. Let's open number 12. ആ ജാനകിയമ്മ ചെയ്യാൻ പറ്റും കറക്റ്റ്. മയില് കഴിഞ്ഞ് കുയിലായി. നാദം. സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ. ഇത് വേറെ പാലിസ്യം കേട്ടോ, നിങ്ങൾക്ക് തന്നതല്ല, ഇത് കൂടിയതാ. ഒരാവശ്യമില്ലാതെ വിളിച്ചത്. ശരിക്കും ഞാൻ ആ പിക്ചറിന്റെ പ്രായം നോക്കിയിട്ട് അതേപോലത്തെ ഒരു വോയിസ് എടുത്തു. ജാനകിയമ്മ കേൾക്കുന്നുണ്ട്. ഒരു പോയിന്റിന്റെ ബലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് മതി. അടുത്ത സ്പിൻ. ഓ എന്റെ ദൈവമേ. ആ ആ അയ്യോ 21. അത് തന്നെ. Let's open number 21. ആ ഹണി റോസ്. ഹണി റോസിന്റെ സൗണ്ട് ചെയ്യാൻ പറ്റില്ലേ? ഹണി റോസിന്റെ സൗണ്ട് ഹണി റോസ് മഹേഷ് കുഞ്ഞുമോന് പോലും ചെയ്യാൻ പറ്റില്ല. Hi everybody. I'm very happy to see you. Okay, thank you very much. I am Honey Rose, love you all. ചിലരുടെ റെഡി ആവും, ചിലരുടെ റെഡി ആവില്ല. എന്റെ റെഡി ആയില്ല, എന്റെ ഒരു വേറെ മോഡലാ വന്നത്. അപമാനിച്ച് എഴുതിക്ക് പൊക്കോട്ടെ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും നോക്കി കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ ഇദ്ദേഹമാണ് ജയിച്ചത്. ഒരു പോയിന്റ് കിട്ടി ജയിച്ചിട്ടുണ്ട്. നമുക്ക് ടിനിച്ചേട്ടനെ ഇങ്ങോട്ട് വേദിയിലോട്ട് വിളിക്കാം. ടിനിച്ചേട്ടാ ഒന്ന് വേദിയിലോട്ട് വരും. സുമേഷന്റെ ലിസ്റ്റിലോട്ടാണ് നമ്മൾ പോകാൻ. പാവത്തിന് ഇട്ട് അതാണ് വരട്ടികൾ. പിന്നല്ല ഞാൻ ചെയ്യാൻ പോകുന്നതും തെറ്റിപ്പോന്ന് എനിക്ക് തോന്നുന്നു. മ്യൂസിക് ഡയറക്ടർ ശരസ. എന്താ മകളിങ്ങനെ ഇരിക്കുന്നേ? മക്കളൊന്ന് കൈയടിച്ച മക്കളെ. അവിടെ അവിടെ അങ്ങ് പൊട്ടി മോനെ. സംഘം എന്ന് പറഞ്ഞാൽ വലിയൊരു തെങ്ങ. അങ്ങ് കേറി പോണം. മൂടിലത്തെ തെങ്ങാണ് താഴെ വീണ് മൂട് പോകും. സൂപ്പർ ബാഗ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ജാഫറുടെ ഒരു ശബ്ദമല്ല, ജാഫർക്ക ഒരു കോഴിത്തൂല് ചെവിയിൽ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദ വ്യത്യാസം. എന്നാ സുഖാടാ, എനിക്ക് പറ്റൂല. എനിക്ക് ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും കോഴിയില്ലാത്തവരുടെ വീട്ടിൽ പോയി കോഴീനെ അടിച്ച് മാറ്റിച്ച് അതിന്റെ തുവര് ചെപ്പിട്ട് ചത്താൻ മതിയായിരുന്നു. എനിക്ക് 5-ാം പനി. എനിക്ക് മമ്മൂക്ക ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് കേട്ടോ. അയ്യോ അല്ല വേറൊന്നുമല്ല, മമ്മൂക്കയുടെ ഇതിനു മുമ്പ് കുറെ ഡയലോഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഡയലോഗ് ഫസ്റ്റ്. കാരണം ഒരുമാതിരി എല്ലാ ചാനലിലും വന്നതുകൊണ്ട് ഇനി എന്നെ ആള് തല്ലും. പഴയ ഡയലോഗ് തന്നെ അറിയാവൂ. ഇതിപ്പോ പഠിച്ചു വരുന്നേ ഉള്ളൂ. എടുത്താലും തല്ലും. ക്രിയേറ്റർ, സ്രഷ്ടാവ്, ദൈവം. സുരേഷ് പറഞ്ഞത് ശരിയാ. ഐ ആം ഗോഡ്, നീതി ആർ ഗോഡ്. ഇവിടെ ഓരോരുത്തരുടെ തലയിൽ എഴുതുന്നത് മായ്ക്കുന്നത് ഞാനാണ്. ഏത് ഉന്നതന്റെയും രാഷ്ട്രത്തലവന്മാർ, പണക്കാർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവന്മാരുടെയൊക്കെ ലൈഫ് എൻ്റെ കയ്യിലാണ്. എവിടെ ബോംബ് പൊട്ടണം, എവിടെ ട്രെയിൻ മറിയണം, മരിക്കേണ്ടവൻ എങ്ങനെ മരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഞാനാണ്. പഴയ നവഭാരത് ടൈംസിലെ വെറും ജി കൃഷ്ണമൂർത്തി, ഇന്ന് വിശ്വനാഥൻ. ബൈ ചാൻസിന് കിട്ടിയ പേര്, പക്ഷേ കൊള്ളാം. വിശ്വനാഥൻ, വിശ്വത്തിൻ്റെ നാഥൻ, ദൈവം. സൂപ്പർ. അടുത്തപ്പം ജയൻ സർ. കടത്തനാട്ടെ 41 കളരികൾക്ക് മുടയാനായി തുളുനാട്ടിലെ മേൽക്കളരിക്ക് ഗുരുക്കളായ പൊന്നിയെത്തിയിട്ടെങ്കിൽ ഇളയ പണിക്കരായ എൻ്റെ ഏട്ടൻ്റെ പ്രത്യംഗങ്ങളിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യവന്റെ തല ഞാൻ കൊയ്തിരിക്കും. ഇത് സത്യം, സത്യം, സത്യം.
ചേട്ടാ ഇതിനകത്ത് നമുക്ക് ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല. പിന്നെ പറയണം, പറയാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ അറക്കാൻ കിട്ടുന്നൊരു സുമേഷേ നന്നായിരുന്നു, മനോജ് നന്നായിരുന്നു. അല്ല നന്നായിട്ടേ പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു തേയ്മാനവും സംഭവിച്ചിട്ടില്ല. നമ്മളൊരു സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു ഇപ്പൊ ഇനോഗ്രേഷൻ എന്നാലും നമ്മളൊരു സിനിമാ നടൻ അങ്ങനെ രീതിയിലല്ല. അവര് ആഗ്രഹിക്കുന്നത് നമ്മൾ സ്റ്റേജിൽ നിന്ന് എന്റർടൈനർ ആയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് കോമഡിയും. അപ്പൊ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറിക്കാറില്ല. അവർ പറഞ്ഞ അപ്പൊ നമ്മൾ ചെയ്യാറുണ്ട്. ആദ്യം കൈ തരേണ്ട നിങ്ങൾ ഇതിന് വന്നു എന്ന് പറയുന്നതിനാണ് കൈയ്യടി തരേണ്ടത് കേട്ടോ. കാരണം അറിയോ, ഒരു എന്റർടൈൻമെന്റ് സമയമാണ്. കോമ്പറ്റീഷൻ അല്ല എങ്കിൽ പോലും എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കഥകൾ പറയുക, കാര്യങ്ങൾ പറയുക. പക്ഷേ എങ്കിൽ പോലും മനോജൊക്കെ വേദിയിൽ വരുമ്പോൾ ഇപ്പോഴും ആൾക്കാർ നമ്മൾ 1 സ്റ്റാർ 2 സ്റ്റാർ പ്രതീക്ഷിക്കും, ഒരു പാട്ടെങ്കിലും പ്രതീക്ഷിക്കും. ഐറ്റം ഒന്നും പഴകിട്ടില്ല. നമ്മുടെ അല്ല ഞാൻ പറഞ്ഞ അതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളാണ് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ അയവറക്കും പഴയ സ്റ്റേജ് ഷോ, യാത്രകൾ. ഇതിൽ ജയിച്ചു നിൽക്കുന്ന മനോഹരനാണ് കേട്ടോ. അപ്പൊ മനോഹര ഒരു സ്പിൻ അടിച്ച് എത്ര രൂപ കിട്ടാൻ പോണെന്ന് അറിയാം. കാശിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നാ കറക്ക 16. പക്ഷേ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല. പക്ഷെ എന്നാലും ഒരു കറക്ക് ഇറക്കിയ ചുമ്മാ ഇല്ല, എനിക്കൊന്നുമില്ലേ. പറയാം വരുന്നു. ആക്രാന്തം കാണിക്കില്ലേ? 2 നമ്പർ ഉണ്ടായില്ലേ, സെലക്ട് ചെയ്യണം. പൈസ കിട്ടൂലേ? കാശില്ല. ബാക്കി നമ്പർ ഡയമണ്ട് ഒന്നും കൊടുത്തേക്കരുത്. അല്ലെ പുള്ളി കറക്കല്ലേ 6. പുള്ളി ഒരു 6 കറക്കി തന്നിട്ടുണ്ട്. ആ 6 എടുക്കുന്നോ 16 എടുക്കുന്നോ? അതിന്റെ 16 ഞാൻ സെലക്ട് ചെയ്തത് മാത്രം. ഞാൻ 16. ജിനിച്ചേട്ടൻ മനോട്ടം പറഞ്ഞ 16ന്റെ കൂടെയോ അതോ 6ന്റെ കൂടെയോ? 6ന്റെ കൂടെ. ബൈചേട്ടന്റെ 16 വേണോ 6 വേണോ? ഒന്നുമില്ല, വെറുതെ പറയാമല്ലോ. 16ലാണ് കൂടെ ഇരിക്കുന്നത്. പ്രജോട്ടനോ? ഞാൻ 6 നിൽക്കുന്നു. 6ന്റെ കൂടെ ഇരിക്കുന്നു. 2 പേര് 6ന്റെ കൂടെ, 2 പേര് 16ന്റെ കൂടെ കേട്ടോ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 16. 10,000 രൂപ മാക്സിമം ഫുള്ള് കിട്ടി. ഇനി നമുക്ക് അപ്പൊ 10,000 രൂപ അടിഞ്ഞിരിക്കുകയാണ് മോനെ പൂക്കുറ്റി. 6ന്റെ പുറകിൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ദിവസം ശരിയല്ലെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. 6 4,000 രൂപ. മോശമല്ല. ആർക്കും ഇല്ല. അപ്പൊ ടിൻചേട്ടാ നിങ്ങളെ സുഹൃത്തുക്കളെ 2 പേരും വിളിച്ച് മുമ്പോട്ട് വയ്ക്കും. എന്നെ കൊണ്ടുപോകും. കോമഡി ഉത്സവത്തിന്റെ അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അജിത് ഓമല്ലൂർ. അജിത്തിന്റെ വീഡിയോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര പരിചിതമാണ്. കാരണം ജോലി ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കാണ് ആ പാട്ടൊക്കെ പാടിയിട്ടത്. എന്താണ് ശരിക്കും ജോലി? എന്താണ്? കല്ലിലാണ് പണിയെടുക്കുന്നത്. അതിനിടയിൽ ആരാ വീഡിയോ എടുത്തത്? സതീഷ് കാരക്കാട്, സുൽഫിക്കർ എന്ന് പറഞ്ഞ 2 പേരാണ് വീഡിയോ എടുത്തത്. അപ്പൊ അന്നത്തെ ആ പാട്ട് തന്നെയാണ് നമുക്കിപ്പോ പാടാൻ പോണേ. അതെ സർ. ആണല്ലേ? അതെ. തിരമുറിയം ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയം മണിമിഴിയിൽ സുരവില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണ് നിന്റെ അധരം, തിരനുറിയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മറുത്സവത്തിൽ മന്ത്രക്കേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം, തിരനുറിയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരവില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണ് നിന്റെ അധരം, തിരനുറിയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം.
സരി ഗമ ഗമ സരി ഗമ ഗമ സരി ഗമ ഗമ ധനി ഗനി ഗമ ധനി ധനി ഗമ ധനി പദനി സ നിസ പദനി സ നിസ പദനി ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ നിസ നിസ ധനി ധനി പദ പദ ഗമ ഗമ ഗരി ഗ സരി ഗരി സരി ഗരി സരി സ ധനി സ ഗമ ധനി സ ഗമ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. എന്റെ അമ്മോ, രസമായി. പാട്ടൊന്നും പഠിക്കാതെ അപ്പൊ ഈ പറയുന്ന പോലെ പണിസ്ഥലത്ത് നിന്ന് പാട്ട് പാടലാണ് മെയിൻ പരിപാടി ഇപ്പൊ. ഇതിന് പോകുന്നുണ്ടോ? ഷോസിനൊക്കെ പോകുന്നുണ്ടോ ഇപ്പൊ? ഫ്രീലാൻസ് ആയിട്ടൊക്കെയാണ് പൊക്കോണ്ടിരുന്നത്. സ്ഥിരമായിട്ട് സമിതി പാടുന്നില്ലായിരുന്നു. വീട് എവിടെയാണ്? ഓമല്ലൂർ എന്ന് പറയുന്നത്? വീട് ഇടുക്കി ജില്ലയിൽ ഉപ്പതറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് പത്തനംതിട്ട ഓമല്ലൂർ എന്ന സ്ഥലത്ത്. വൈഫിന്റെ വീട് അവിടെ. വൈഫിന്റെ വീട്. വീഡിയോ വൈറലായതിനു ശേഷം കുറെ ഗാനമേളകളുണ്ടോ? അതോ അല്ലെങ്കിൽ കുറെ? വീഡിയോ വൈറലായ ശേഷം 2 റെക്കോർഡിംഗ് ആടി. ക്രിസ്ത്യൻ ഡിവോഷണൽ. ഓ, അത് ശരി. 4 ഗാനമേള ട്രൂപ്പ് വിളിച്ചു. ഇപ്പൊ ഒരു ഗാനമേള ട്രൂപ്പിൽ നാഗർകോവിൽ നിയമം പങ്കാളിച്ചു. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഗുണമാണല്ലേ അത്. ആരുടെയെങ്കിലും ശബ്ദമായിട്ട് സാമ്യത ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? സാമ്യത ഇല്ല. സാമ്യത ഉണ്ട്. ആരുമായിട്ടാണ്? ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കേട്ടപ്പോ ദാസേട്ടനല്ലേ? എനിക്ക് വിജയുടെയും ദാസേട്ടന്റെ ഇടയിലുള്ള ഒരു ശബ്ദമായിട്ട് എവിടെയോ കിടക്കുന്ന സാമ്യമുണ്ട്. അതെ. നമുക്ക് ഒരു പാട്ടും കൂടി. பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிலும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. போல நானும் உன்னை போல நானும் நடைபோட நீயும் தொடர்கின்ற சொந்தம் நெடுங்கால பந்தம் கடல் வானம் கூட நிறம் மாறக்கூடும் மனம் கொண்ட பாசம் தடம் மாறிடாது நான் வாழும் வாழ்வை உனக்காகத்தானே நாள்தோறும் நெஞ்சில் நான் ஏந்தும் தேனே என்னாலும் சங்கீதம் சந்தோஷமே வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. പാട്ടും കൊണ്ട് കാലക്കി പൊളിച്ചേട്ടാ. അജിത്ത് ഒരു അസാധ്യ ഗായകനാണെന്നുള്ളതാണ്. ഭയങ്കര ഭാവമാണ് പാടുമ്പോൾ. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഈ നേരത്തെ ആദ്യം പാടിയ പാട്ടിൽ ഈ സ്വരങ്ങളൊക്കെ ഈ സംഗീതം പഠിക്കാതെ എങ്ങനെ പാടിയത്? ഞാൻ എഴുതി വെക്കും, പിന്നെ കുറെ കാണാതെ പഠിക്കും, കേട്ട് പഠിക്കും. അത് ഭയങ്കര കഴിവാട്ടോ. അത് വരികൾ കാണാതെ പഠിക്കാം, പക്ഷെ സ്വരങ്ങൾ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാല് വെരി ടഫ്. നിങ്ങൾക്ക് എല്ലാ പാട്ടും അജിത്തിനും പാടാൻ പറ്റും. പാടാറുണ്ടോ? ഞാൻ പാടും, അത്യാവശ്യമൊക്കെ പാടും. നമുക്ക് ഇന്നൊരു പാട്ട് കൂടി തരും, നോക്കാം അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പാടുന്ന സമയത്ത് അജിത്ത് ഇവിടെ കാണാൻ പാടില്ല. അജിത്തെ, ഈ 3 പാട്ട് മതി അജിത്തിനൊരു 30 വർഷം സുഖമായിട്ട് ജീവിക്കാം. ഇനി അങ്ങോട്ട് ഒരു യാത്രയാണ്, അജിത്തിന്റെ ഒരു സമയമാണ്, അജിത്തിന്റെ യാത്രയാണ്. കാര്യം ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് 3 പാട്ടും നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു അസാധ്യ ഗായകനാണ് അജിത്ത് എന്ന് പറയുന്ന കലാകാരൻ. അജിത്ത് ചെറുതിലെ പാടുമായിരുന്നോ? ഒരു 20 വർഷമായി സാർ പാടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഉള്ള വേദികളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ 42 കൊല്ലമായിട്ട് അഭിനയിക്കുകയാണ്. അതിലെന്താണ് ഒരു കുറവെന്താണ്? അല്ല, ഞാൻ ഒന്ന് സമാധാനപ്പെടുത്തിയത്. അത് എന്റെ ജീവിതം നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും. ഇത് ബൈച്ചേട്ടൻ എന്ന് വെച്ചാൽ ബൈച്ചേട്ടന്റെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഈ പടം കഴിഞ്ഞു,
അത് കഴിഞ്ഞ് അവരെ വിളിച്ചിട്ടൊന്ന് ഒരു ഫോളോ അപ്പോ അല്ലെ അവരെ വിളിച്ചിട്ട് ആ പടം നന്നായിരുന്നില്ലേ, അടുത്ത പടം നമുക്ക് ചെയ്യണ്ടേ എന്നൊരു ചോദ്യമില്ലല്ലോ. ഞാൻ എന്റെ ജീവിതത്തിലെ ഫോളോപ്പ് എന്താണെന്നറിയോ, ഞാൻ രാവിലെ എപ്പോഴെങ്കിലും ഉറക്കം എണീക്കുമ്പോഴാണ് അറിയാം ഞാൻ ജീവിച്ചിരിക്കുന്നു. അതാണ് ഫോളോപ്പ്. വൈഫ് വന്നിട്ടുണ്ട് അല്ലേ? വൈഫിന്റെ പേര് സുജ. ഒന്ന് വരൂ പ്ലീസ്. 20 വർഷമായി ഇതിനകത്ത് വന്നിട്ടും വേണ്ട ഒരു രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടാത്തതിന്റെ വിഷമമുണ്ടല്ലേ പുള്ളിക്ക് എപ്പോഴും അല്ലേ? ഉണ്ട്. നിങ്ങളുടെ ആദ്യത്തെ പാട്ടിൽ തന്നെ നിങ്ങളുടെ ജീവിതമുണ്ട്. ആ തിരനുരയം എന്ന് പറഞ്ഞിരുന്ന ആ പാട്ടില് ഒരു വരിയുണ്ട്, കന്മതം പോലുന്ന്. ഈ കന്മതം ഉണ്ടാവാൻ ഒരുപാട് നാളെടുക്കും. പക്ഷെ അതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറയുടെ വില അല്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ കൈകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള കൈ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന കൈ ഞാൻ എപ്പോഴും പിടിച്ചു പോകാറുണ്ട്. നല്ല തയമ്പ് ഉണ്ടാവുമല്ലേ? ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു, ഒന്ന് പിടിച്ചു നോക്കിക്കോട്ടെ. ഇതുപോലെയുള്ള കൈ കിട്ടാൻ ബുദ്ധിമുട്ടല്ല. കാണിച്ചേ, ഒരു പണി എടുക്കാറില്ല. മണിച്ചേട്ടന്റെ കൈ പിടിച്ചിട്ട് ഇപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൈ കിട്ടുന്നത് എപ്പോഴാണ് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും എനിക്ക് എപ്പോഴും. ഒരു കാര്യം ചെയ്യ്, അജിത്തിനെ സ്ഥിരമായിട്ട് കൂടെ കൂട്ടിക്കോ, ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നല്ലോ. തകർത്തിട്ടാ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളൊരു കന്മതമാണ്. അത് കുറച്ച് നാളെടുക്കും, പക്ഷെ അതിന്റെ വാല്യൂ ഇനി പോവില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്റെ കൈ ഒന്ന് പിടിച്ചു നോക്കിയേ. അധ്വാനിക്കുന്ന കൈയാണോ? അധ്വാനിക്കണ കൈയാണ്. ദിവസം ഷട്ടിൽ കളിക്കണ്ടല്ലോ, അതറിഞ്ഞാൽ മതി. അധ്വാനിക്കുന്ന ആളാണെന്ന് മനസ്സിലായല്ലോ. എന്തായാലും അജിത്തെ വന്ന് ഇവിടെ ഗംഭീരമാക്കി എന്ന് പറഞ്ഞാൽ 3 പാട്ടും അസാധ്യമാക്കി. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് എല്ലാം മുകളിലോട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാം പോസിറ്റീവ് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ചേട്ടാ, ടെനിച്ചേട്ടാ, പ്രജോട്ടാ, 3 പേരും ഒന്ന് വേദിയിലേക്ക് വരും. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികളെല്ലാം? ഗംഭീര ബൈച്ചേട്ടൻ കണ്ടോണ്ടിരുന്ന പരിപാടിയൊക്കെ ഇഷ്ടമായോ? പിന്നെ മക്കളെ മക്കളെ എനിക്കൊരു കാര്യം പറയാണ്ട് മക്കളെ. എന്റെ പിള്ളേണ്ടല്ലോ സുനി, പിള്ളാണ്ട മിണ്ടണില്ലടാ, അവന്റെ മുട്ടിപ്പോയി. എന്തായാലും അറിഞ്ഞൂടാ മക്കളെ. ഇന്നലെ ജോലിയും കഴിഞ്ഞ് വന്നേ, കൂലിപ്പണിക്കല്ലേ പിള്ള പോണത്. പോയിട്ട് വന്നിട്ട് പിന്നെ മിണ്ടണില്ല മക്കളെ. സ്ഥിരം പറഞ്ഞ ചെറുക്കനാണ് സുനി. കണ്ടു ഇങ്ങനെ തള്ളി പിടിച്ചോണ്ട് നിക്കണേ. അപ്പൊ നമ്മളെ നാട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടോ നമ്മളടുത്തെ, നിങ്ങളൊരു കാര്യം ചെയ്യാൻ വല്ല മന്ത്രവാദിയുടെ അടുത്തും കൊണ്ട് കാണിക്കാൻ. ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് വല്ല മന്ത്രവാദിയുടെ അടുത്ത് പോവാൻ പറ്റുമോ? ചെയ്യൂല എന്റെ പിന്നെ നോക്ക്, ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത്. എന്റെ ആണെങ്കിൽ പൈസയൂല്ല, ഇവരെ വിളിച്ചിട്ട് ഇവൻ വരണു. എന്താ അറിഞ്ഞൂടാ എനിക്ക് അപ്പി. എന്തൊരു നടപടിയോ പറയണ്ടേ എന്റെ അടുത്ത്? എന്താണെന്ന് ഒന്നും മിണ്ടണില്ല. ഞാൻ പറഞ്ഞു മിഥുനപ്പീരെ അടുത്ത് പോവാന്ന് പറഞ്ഞപ്പം എന്നെ നോക്കി ചിരിച്ച് തലയാട്ടിയാട്ടാ. ഞാൻ വിളിക്കാം. മക്കളെ പിള്ളേർ ക്യാരി വാടാ. എന്തോ കൊണ്ട് പേടിച്ചു. സുനി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമോ? പറ്റിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. ഇവിടെ ഇടയ്ക്ക് ജോലിക്കൊക്കെ നിന്നിരുന്നു. സുനി എന്ത് പറ്റിയടാ സുനി? കാര്യം പറ. നമ്മളെല്ലാരും കാര്യം പറ, ധൈര്യമായിട്ട് പറ. ആലന്തറ എലങ്കത്തി തമ്പുരാട്ടിയാണ് സത്യം. ഞാൻ സത്യം മാത്രമേ പറയൂ, കള്ളം പറയാൻ കണ്ണുപൊട്ടും. മെനങ്ങാന്ന് ഞാൻ പണിയും കഴിഞ്ഞ് അമ്പലത്തിന്റെ അവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോ അവിടെ അത് നോക്കണ്ട, കുഴപ്പമില്ല. ആലന്തറ എലങ്കത്തി തമ്പുരാട്ടിയാണ് സത്യം. ഞാൻ സത്യം മാത്രമേ പറയൂ, കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും. ഞാൻ പണിയും കഴിഞ്ഞിട്ട് ഒരു 7 മണിയായപ്പോ ആലന്തറ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങിയപ്പോ അവിടെ പൊളക്കണ മഴ. അപ്പൊ ഞാനും തങ്കമ്മ ചേച്ചി എനിക്കൊരു കാപ്പിയും കൂടെ പറ. ആലന്തറ എലങ്കത്തി തമ്പുരാട്ടിയാണ് സത്യം. ഞാൻ സത്യം മാത്രമേ പറയൂ, കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും. മെനങ്ങാന്ന് ഞാൻ പണിയും കഴിഞ്ഞൊരു 7 മണിയായപ്പോ ആലന്തറ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് ഇറങ്ങിയപ്പോഴേ പൊളക്കണ മഴ. ഞാൻ അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് കയറാനായിട്ട് നോക്കിയപ്പം പൊന്നമ്മ ചേച്ചി കൊട എടുത്ത് പിടിച്ച്. ഹലോ, അതിവിടെ ഷൂട്ടില്ല, ഇപ്പൊ വിളിക്കാം. പുറത്ത് വന്നിട്ടുണ്ട്. മക്കളെ പിന്നെ പറയാം മക്കളെ. എന്റെ പിള്ള അതൊന്ന് പറയട്ടെ. ആലന്തറ ഇത് തന്നെയല്ലേ എത്ര നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കണോ? ബാക്കി കാര്യം പറ. ആലന്തറ എലങ്കത്തി തമ്പുരാട്ടിയാണ്. ഈ ആലന്തറ തമ്പുരാട്ടി ഇതൊക്കെ മനസ്സിലായി. ബാക്കിയുള്ള എന്താ നടന്നെന്ന് പറ. അപ്പൊ അമ്പലത്തിന്റെ അവിടുത്തെ ഇറക്കം ഇറങ്ങി വളവിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേ അവിടെ ഒരു കാണിക്ക വഞ്ചി ഇല്ലേ അമ്മച്ചി? അതിന്റെ താഴെ ഒരു കറുത്ത പൂച്ച ഇരുന്ന് മ്യാവുന്നാക്കി. അത് കണ്ടാണ് ഞാൻ പേടിച്ച.
ഇത്രയും നേരം കിടന്ന് ബഹളം ഉണ്ടാക്കിയത് നീ? എടാ ഒരു മര്യാദയൊക്കെ വേണ്ടടാ. എന്താ വിചാരിച്ചു നമ്മളെ പറ്റിയൊക്കെ എന്താ വിചാരിച്ചിരിക്കുക? നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഇതിന് വല്ല മരുന്നുണ്ട് കേട്ടാ? ഇവന് മരുന്നുണ്ട്. എന്താണ്? ഇവനെ കുനിച്ചു നിർത്തി ഇടിക്കണം. ഡേയ്, നീ പൂച്ചയെ കണ്ടാടാ പേടിച്ചത്? ഇത് നിനക്ക് നീ വീട്ടിൽ വെച്ച് പറഞ്ഞുകൂടായിരുന്നടാ? എന്നാ ഇതിനുള്ള മരുന്ന് ഞാൻ വീട്ടിൽ വെച്ച് തരുമായിരുന്നല്ലോ നിനക്ക്. എന്നാ മനുഷ്യരെ നാണം കെടുത്താനാടാ വിളിച്ചോണ്ട് വരുന്നത്? പയലേ നിന്റെ തോന്നിയാസങ്ങൾ കാണിക്കരുത്. അപ്പീച്ചല്ല, ഈ അമ്മച്ചി എടുത്ത് ക്ഷമിക്കണം കേട്ടാ. നിങ്ങളെ വില സമയം പോയതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും എൻ്റെ അടുത്ത് ക്ഷമിക്കണം കേട്ടോ. എടാ നീ വീട്ടിലോട്ട് വാട്ടാ, നിനക്ക് ഞാൻ തരാം. പോണേ മക്കളെ, അപ്പി പോണേ. സോറി. പരിപാടി തീർക്കാനുള്ള സമയമായി. പോയോ? ആലന്തറ പിന്നെ ഒരു പ്രോഗ്രാം ബുക്കിംഗ് കിട്ടി, അതും പോയി. ഇന്നത്തെ കോമഡി ഉത്സവം കൊടിയിറക്കുകയാണ്. ബൈജേട്ടാ, ലിനിച്ചേട്ടാ, പ്രജോട്ടാ, ഇന്നത്തെ പരിപാടികളെല്ലാം ഗംഭീരമല്ലോ. നമുക്ക് അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.